ഞങ്ങൾ ക്രിസ്മസ് ഡെക്കോർ ചെയ്യാൻ പോവാ പറ. ഞങ്ങൾ ക്രിസ്മസ് ഡെക്കോർ ചെയ്യാൻ പോകുവാണ്. അതെടുക്കണ്ട ഡെക്കോർ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നേ ക്രിസ്മസിന്? ആദ്യം നമ്മൾ നമ്മുടെ റീത്ത് വെക്കും അല്ലേ? നമ്മൾ റീത്ത് വെക്കും. പിന്നെ നമുക്ക് ഒത്തിരി സാധനങ്ങളുണ്ട് പഴയത്. അപ്പം അതും പിന്നെ കുറച്ച് സാധനങ്ങൾ പുതിയത് മേടിക്കണം. പക്ഷെ ഉള്ളത്രയും സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചു. എത്ര ഇവൻ കോപ്പറേറ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. പൊന്നു ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലൈറ്റ്സ് ഒക്കെ തൂക്കിയിട്ടത് പൊന്നു കണ്ടായിരുന്നോ പൊന്ന്? നല്ലൊരു വാഴ പെണ്ണാള് ഉടവാളെടുത്തു. റെഡി. അമ്മയുണ്ട്. മേരി ക്രിസ്മസ്. ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് റീത്ത്. നമ്മുടെ ക്രിസ്മസ് റീത്ത് ഭയങ്കര വെറൈറ്റി കളറാണ് കേട്ടോ. കുഞ്ഞി നമ്മുടെ ചെടിയെല്ലാം വാടിപ്പോയടാ. അച്ചുവേട്ടാ ജിങ്കാലാല ജിങ്. That's beautiful. How is it കണ്ടാ? സാമു അപ്പായ്ക്ക് എടുത്തു കൊടുത്തേ. അപ്പാനെ ഹെൽപ്പ് ചെയ്യ. ക്രിസ്മസ് ട്രീ എടുക്ക്. പൊന്നൂനൊരു ലിറ്റിൽ ട്രീ ഉണ്ട് പൊന്നൂന് നശിപ്പിക്കാനുള്ളത്. അയ്യോ പൂ വെച്ചാ മതി. Samu, come, let's do it. Come. എടാ നോക്കി. കിറ്റിത് മണ്ടയിലേക്കല്ല അതിന്റെ ഇല വരുന്നത്. ഇതെന്തോ എണി കൊമ്പ് പോലെ ഇല വന്നേക്കുന്നത്. അങ്ങനെയല്ല, ഇങ്ങനെയാണ് ഇല സൈഡുകൾ. എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മള് കുട്ടികൾ എടുക്കും എന്ന് വിചാരിച്ച് ക്രിസ്മസ് ട്രീ വെക്കാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം കുട്ടികൾക്ക് ഇതൊന്നും യാതൊരു താല്പര്യമില്ല. കുട്ടികളുടെ താല്പര്യം നട്ടിലും ബോൾട്ടിലുമാണ്. ഒരു ഉമ്മ വന്നേ പൊന്നു. ഇവിടെ ഉമ്മ ബെല്ല എന്തിയ ബെല്ല? എന്റെ പൽ സർജറി കഴിഞ്ഞു. എല്ലാരും അടിച്ചു പൊട്ടിച്ചില്ലേ? ക്യാന്നൊക്കെയാ പറയുന്നത്. അതന്നെ വാ. നിനക്ക് സന്തോഷമായോടാ? ഉമ്മ കൊടുക്കും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞാൻ ടേബിൾ കവറും അങ്ങനത്തെ കുറച്ച് കുഷൻ കവേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഇടാം. അതെടുത്തിട്ട് വരാം. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഡെക്കോറിൻ്റെ ബാക്കി സാധനങ്ങൾ. അപ്പം നമുക്ക് ആദ്യം ഈ ടേബിൾ കവർ മാറ്റണം. ലല്ലല്ലല്ല നമ്മൾ റിയലൈസ് ചെയ്യും ചിലപ്പോൾ ഇത് ചെറുതാണിപ്പം. ഇല്ലില്ല, ഇത് കറക്റ്റ് തന്നെയാണ്, കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതല്ലേ വീടുകൾ. അപ്പോൾ ചിലപ്പം ഇതിപ്പം വാടക വീടാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ടേബിൾ തന്നെയാണ് ഇത്. ഫുള്ളി ഫേർണിഷ്ഡ് അല്ല, കുറച്ച് സെമി ഫേർണിഷ്ഡ് ആയിരുന്നു.
അപ്പോൾ പല മേശകളുടെ പല അളവ്. അപ്പം നമ്മൾ ഓരോ സാധനങ്ങൾ അവിടുത്തെ അളവിന് മേടിക്കും, അപ്പോൾ ഇവിടെ അളവ് സെറ്റാവത്തില്ല. അങ്ങനെ ചെറിയൊരു പ്രശ്നം വരാറുണ്ട്. എന്തായാലും ദിസ് ഇസ് പെർഫെക്റ്റ്. റണ്ണർ ഈസ് ഇതിൻ്റെ അകത്ത് എവിടെയോ ആണ്. ഈ റണ്ണർ ചിലപ്പോൾ പണി തരാൻ സാധ്യതയുണ്ട് കേട്ടോ, ചെറുതായിട്ട്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പം ചിലർക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്നല്ല. ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് പ്ലേസ് മാറ്റ്സൊക്കെ അങ്ങ് വെക്കുമ്പം കുറച്ചുകൂടെ ഒരു ഭംഗിയാവും. ഇതൊക്കെ പഴയതാണ്, സാധാരണ അല്ലാതെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഇനി കുറച്ച് കുഷൻ കവേഴ്സും ഒക്കെ ഉണ്ടേ. സോ എനിക്കറിയത്തില്ല, എനിക്കൊരു ഐഡിയ ഒന്നും ഇല്ല ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഇങ്ങനെ കയറ്റി വെക്കുകയും ചെയ്യാം. അടുത്തു കേട്ടോ. ഓക്കെ, റെഡി. ഉണ്ടാക്കാം. ഇതങ്ങ് കഴുകാനിടാം. അമ്മ എന്താ ചെയ്തേന്ന് നോക്കി. നീ ഉറങ്ങിയപ്പം എന്തൊക്കെ കാര്യങ്ങൾ അമ്മ വേണേ മല മറിക്കും നീ ഉറങ്ങുമ്പം. നോക്കിയ പിന്നെ അമ്മ എന്താ ചെയ്തേന്ന് നോക്കിയത് നോക്ക്. ഹായ്, എനിക്ക് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഗിഫ്റ്റ് തന്നു കേട്ടോ. ഹിസ് നെയിം ഈസ് പാർത്ത്. ദിസ് ഈസ് സോ സ്പെഷ്യൽ ടു മീ. സോ യാ, ഹായ് പാർത്ത്, ഇഫ് യു ആർ വാച്ചിങ്, ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. ഓ, ഇത് പെർഫെക്റ്റ് ആയിട്ടിരുന്നു കേട്ടോ. ട്രാൻസ്ഫർ വന്നെങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും പഴയതാട്ടോ. ബട്ട് സ്റ്റിൽ ലുക്ക് അറ്റ് ദിസ് എ ബ്യൂട്ടിഫുൾ പീസ്. കഴുകാം. ഇനി നമുക്കിവിടെ ഇതൊക്കെ ഞാൻ ക്രോഫോർഡ് മാർക്കറ്റിൽ നിന്ന് മേടിച്ച സംഭവങ്ങളാണ്. Okay, this is perfect. Put it here. Put it here. Tree and put it here. ഇതാണ് നമ്മൾ ചെയ്തത്, ക്രിസ്മസ് ഡെക്കോർ. ആൻഡ് ദാറ്റ്സ് ദാറ്റ്. ഇതൊക്കെ ഞാൻ മാറ്റും കേട്ടോ. ഇവിടെ ഒരു സംഭവം ഇടാനുണ്ട്. ഇതിൻ്റെ മുകളിൽ എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്, പിന്നെ അവിടെ കുറച്ച് പരിപാടിയുണ്ട്, പിന്നെ ബാക്കി ഇതും ഞാൻ മാറ്റുമായിരിക്കും. അപ്പോൾ ഞാൻ വെറുതെ തൂക്കിയിട്ടതാണ്. ഇത്രയും പണിയെടുത്ത ഞാൻ തളർന്നു. ഇനി ഇതെല്ലാം വൃത്തിയാക്കണം കേട്ടോ. ഒത്തിരി അഴുക്കാണ് വീട് നിറയെ. അതെല്ലാം ഒന്ന് വൃത്തിയാക്കി പിന്നെ രാത്രിയിൽ ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഐ വിൽ ആഡ്. ഈ ഒരു ഘട്ടമായപ്പോഴത്തേക്കും കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരൊക്കെ ഈ ആക്ടിവിറ്റികളിൽ നിന്ന് റിട്ടയർ ചെയ്തായിരുന്നു. ഇത്രയും മതി ക്രിസ്മസ് എന്നുള്ള പോലെ ആയിരുന്നു. പക്ഷെ ഞാൻ മാത്രം വിട്ടുകൊടുത്തില്ല. എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഫാക്ടറും കൂടെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വിട്ടുകൊടുക്കാതെ ഇതിൻ്റെ പുറകെ ആയിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ കൂടെയുള്ളവരെയും കൂടെ കൺവിൻസ് ചെയ്ത് ഞങ്ങൾ ബ്രോഡ്വേയിൽ മാത്തേ ബസാറിൽ പോയി. മാത്തേ ബസാർ ഒത്തിരി വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു കാണും. അവിടെ ഒരുപാട് സാധനങ്ങൾ കിട്ടുമല്ലോ. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ബാക്കി ഡെക്കോറും കൂടെ ചെയ്തു. ഇപ്പോൾ സമയം 2, 2:30, 3 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോഴും ഞാൻ ഓരോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ലൈറ്റും കൂടെ ഇട്ട് എല്ലാം ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ടാണ് ഉറങ്ങാൻ പോയത്. പിന്നെ ഇതൊരു കുഞ്ഞു വീടാണ് കേട്ടോ. ഈ കുഞ്ഞു വീട്ടിൽ 2 റൂംസാണുള്ളത്. അപ്പോൾ ഇത് ഗസ്റ്റ് ബെഡ്റൂമാണ്. ഇവിടെയും ഞാൻ ചെറുതായിട്ട്
ഇങ്ങനെ ഒരു DIY പരിപാടി ചെയ്തു. പിന്നെ ബെഡ്റൂമിലും ഇതേ സംഭവം തന്നെ വെച്ചു. പിന്നെ ഒരു സാന്റാക്ലോസിൻ്റെ ഒരു കുഞ്ഞി ലോക്കോമോട്ടീവ് അങ്ങനെ ഒരെണ്ണം കിട്ടിയായിരുന്നു, അതും അവിടെ വെച്ചു. പിന്നെ അടുക്കളയിലും ചെറിയ ഡെക്കോറൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലൊരു ഒരു സന്തോഷം കിട്ടി. ഇത്രയും കാര്യങ്ങൾ ഒരു ലോങ് ഡേ ആയിരുന്നു എനിക്ക്. ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ ഈ സാന്റാക്ലോസും. ഇതിൻ്റെ അകത്ത് ലൈറ്റൊക്കെ കത്തും കേട്ടോ, ഇതിനകത്ത് ലൈറ്റ് ഇടാനൊക്കെ പറ്റും. പിന്നെ ഈ റിബൺസൊക്കെ ടൈ ചെയ്തു. അതുപോലെ തന്നെ ഇതാ ഞാൻ പറഞ്ഞ ലോക്കോമോട്ടീവ്, ഇത് നല്ല ക്യൂട്ടായിരുന്നു. ഇത് ഞാൻ ലൈറ്റ് കത്തിച്ചിട്ടായിരുന്നു റൂമിൽ ഒരു വൈബിന് വേണ്ടി. സോ എങ്ങനെയുണ്ട്? ഈ ഡെക്കോറൊക്കെ ഇഷ്ടപ്പെട്ടു? ഇങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കോമെൻറ്റ് ചെയ്യണേ. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളിത് കാണുന്നത്. പക്ഷേ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ വ്ളോഗ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ. എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അന്ന് രാത്രി ഞാൻ ഒത്തിരി ലേറ്റായിട്ടാട്ടോ, നേരെ അങ്ങ് 4 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഉറങ്ങുന്നത്. ഇതെല്ലാം കണ്ടിങ്ങനെ എൻജോയ് ചെയ്ത് ഇത്രയും ഞാൻ ചെയ്തല്ലോ. ഞാൻ ഇത്തവണ ഇത്രയും നല്ലതായിട്ട് ഡെക്കോർ ചെയ്യുമെന്നൊന്നും വിചാരിച്ചതല്ല കേട്ടോ. പക്ഷേ ഐ വാസ് സോ ഹാപ്പി. ഓക്കേ.